ശ്രീ ഹസ്കറിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ സ്റ്റാൻലി സെബാസ്റ്റ്യൻ പ്രൊഫസർ അദ്ദേഹമാണെന്ന് തോന്നുന്നു സംസാരിച്ചത്. അദ്ദേഹം നമ്മുടെ അശോകന്റെയും അഖിലയുടെയും വിഷയത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു. അശോകൻ പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്, എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. ഈ അഖില ഹാദിയാകുന്ന സമയത്ത് ആ അഖിലയെ ഹാദിയെ ആക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 1 കോടി രൂപയോളം ഇവിടെ പിരിച്ച ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് പോപ്പുലർ ഫ്രണ്ട് എന്നാണ്. ആ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടാനുണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഐസിസ് ഉൾപ്പെടെ പല വിദേശത്തുള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും റൂട്ടഡ് ആയിട്ടുള്ള പറയുന്ന പല തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടും അവർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഘടന ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി മുസ്ലിം ആക്കാൻ വേണ്ടിയിട്ട് 1 കോടി രൂപയോളം ഇവിടെ പിരിവ് നടത്തി അവരതിൻ്റെതായ പ്രോസസ്സിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പം ഇത്തരത്തിലൊരു സാഹചര്യം അത് കേരളത്തിലുണ്ടായ ഒരു സ്റ്റോറി അല്ല എന്നാണോ അസ്കർ പറഞ്ഞു വരുന്നത്? ഇത് ഹിന്ദുവിൻ്റെ വീട്ടിലെ പ്രശ്നമാണ്, ഇത് ക്രിസ്ത്യാനിയുടെ വീട്ടിലെ പ്രശ്നമാണ്, ഇത് മുസ്ലിമിൻ്റെ വീട്ടിലെ പ്രശ്നവുമാണ്. അല്ലാണ്ട് ഇത് ഏതെങ്കിലും ഒരു വിഭാഗം നേരിടുന്ന പ്രശ്നം മാത്രമല്ല. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ പറയുന്ന ഐസിസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ത്രൂ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ മറ്റ് അതുപോലുള്ള സംഘടനകൾ വഴി കേരളത്തിലും ഇന്ത്യയിലും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ പ്രശ്നം തന്നെ സാധാരണക്കാരായ മുസ്ലിം കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. നോക്കി, 21 പേരാണ് കേരളത്തിൽ നിന്ന് ഐസിസിലേക്ക് ആട് മേയ്ക്കാൻ എന്നുള്ള പേരിൽ ഇവിടുന്ന് പോയത്. നമ്മൾ ഈ ആട് മേയ്ക്കൽ എന്ന് പരിഹാസ രൂപേണ പറയുമല്ലോ. ഈ 21 പേര് പോയതിൽ 4, 5, 6 പേര് മാത്രമാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. ബാക്കി മുഴുവനും മുസ്ലിം വീടുകളിലെ കുട്ടികളാണ്. ഈ പറയുന്ന മുസ്ലിം മാതാപിതാക്കളോട് നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കൂ, ഞങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിൽ തങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിൽ പോകുന്നത് അവർക്ക് താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണോ അല്ലയോ എന്നുള്ള കാര്യം. തങ്ങളുടെ മക്കള് ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് ഒളിച്ചു കിടന്ന് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇറാഖിലും ഒക്കെ എത്തി ബോംബ് പൊട്ടി മരിക്കുന്നതാണോ ഇവിടുത്തെ മുസ്ലിം മാതാപിതാക്കൾക്ക് താല്പര്യം? ഒരിക്കലുമല്ല. അവർക്ക് അത്തരത്തിലുള്ള താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള റാഡിക്കൽ ഫോഴ്സസ് ഓരോ വിഭാഗത്തിനെയും വ്യക്തമായ രീതിയിൽ അവരുടേതായ നിലയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യാൻ, ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ രീതി ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ മുസ്ലിം കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ട്രാറ്റജിയാണ് അവരെടുക്കുന്നത്. അപ്പൊ എല്ലാ വിഭാഗത്തിന്റെ ഇടയിൽ ഇതുണ്ടാകുന്നുണ്ട്. ഇതാണ് കേരള സ്റ്റോറി. ഇതിനകത്ത് കേരളത്തിൽ നടക്കുന്ന സ്റ്റോറി ഉണ്ട്. കേരളത്തിൽ അതുകൊണ്ട് വേറെ സ്റ്റോറികളൊന്നും നടക്കുന്നില്ല എന്നോ ഇവിടെയുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ തമ്മിലടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടി ബോംബെറിഞ്ഞും നടക്കുകയാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിൽ നന്മയുടെ സ്റ്റോറികളുണ്ട്, കേരളത്തിൽ തിന്മയുടെ സ്റ്റോറികളുമുണ്ട്. ഇന്ത്യയിൽ നന്മയുടെ സ്റ്റോറികളുണ്ട്, ഇന്ത്യയിൽ തിന്മയുടെ സ്റ്റോറികളുമുണ്ട്. രണ്ടുമുണ്ട്. കേരളത്തിനകത്ത് ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്. കേരളത്തിനകത്ത് ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും പോലെയുള്ള ട്രാപ്പുകൾ ഉപയോഗിക്കുമ്പോൾ റാഡിക്കലൈസേഷന്റെ മറ്റു വഴികൾ മുസ്ലിം കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതിനെ തടയാൻ വേണ്ടിയിട്ട്? നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. പകരം നിങ്ങൾ ചെയ്യുന്നത്, കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പാടില്ലെന്നും പോപ്പുലർ ഫ്രണ്ടിന് ഈ രാജ്യത്ത് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും പറഞ്ഞ് പത്രസമ്മേളനം വിളിച്ച ആളാണ് നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും. അങ്ങനെ തീവ്രവാദികൾക്ക്, ജിഹാദികൾക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമായിട്ട് ഇടതുപക്ഷം അധംപതിച്ചു പോയിട്ട് കാലം കുറയായി. അതിന്റെ പിറകിൽ ഒറ്റ കാരണമേ ഉള്ളൂ, കേരളത്തിലുള്ള ഡെമോഗ്രാഫിക് ചേഞ്ച് വെച്ചിട്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ നിയമമണ്ഡലത്തിൽ നമുക്കറിയാലോ, നിയമമണ്ഡലത്തിൽ SDPIക്കാരനും പോപ്പുലർ ഫ്രണ്ടുകാരനും തന്നെയാണല്ലോ പറഞ്ഞത്. എന്താണ്? 10,000 വോട്ടുകൾ ഞങ്ങള് CPM വേണ്ടിയിട്ട് സമാഹരിച്ചു കൊടുത്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആ തരത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നേ. അതുകൊണ്ടാണ് നിങ്ങൾ തീവ്രവാദികളുടെ പിറകെ നടക്കുന്നത്.